ഹലോ, വെൽക്കം ടു സുമി മൊഹാസ് ടേസ്റ്റി കിച്ചൻ. ഗുഡ് മോർണിംഗ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ഒരിച്ചിരി വൈകിയായിട്ടോ ഞാൻ വീഡിയോ പിടിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്തത്. കാര്യം എന്നാന്ന് വെച്ചാൽ വീഡിയോ സെറ്റ് ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഓർത്ത് അയ്യോ ഇന്ന് വീഡിയോ പിടിക്കാൻ മറന്നുപോയല്ലോ എന്ന്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ രാവിലത്തെ എൻ്റെ ചെറിയ ക്ലീനിങ്ങും ചായ ഇടലും ഒക്കെ കഴിഞ്ഞായിരുന്നു. ഇക്ക കടയിലോട്ട് പോയായിരുന്നു. അങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇന്ന് എളുപ്പത്തിൽ തട്ടിക്കൂട്ട് ഒരു പരിപാടിയാണ് ഒപ്പിക്കാതിരിക്കുന്നത്. കാര്യം ഇന്നലെ പുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പൊടി കുറച്ച് ബാലൻസ് വന്നായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഒരു കിഴങ്ങ് കറിയാണ്. തേങ്ങയൊന്നും ചേർക്കേണ്ട, തേങ്ങാപ്പാലൊന്നും ചേർക്കണില്ല. ജസ്റ്റ് ഒരു 2 കിഴങ്ങും ഒരു സവാള 2 പച്ചമുളക് എല്ലാം കൂടെ നന്നായിട്ട് വൃത്തിയാക്കി കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 3 വിസിൽ, നമുക്ക് അതിൽ കൂടുതൽ വിസിൽ വേണ്ടല്ലോ കിഴങ്ങിന്. അപ്പോൾ എന്തായാലും നമ്മുടെ കിഴങ്ങ് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം നമുക്ക് കുറച്ച് പൊടി ഓൾറെഡി ഇന്നലത്തേത് അവിടെ ഫ്രിഡ്ജിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പൊടിയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളോ അതോ പരിപാടി കഴിഞ്ഞു? കാരണം രാവിലെ 5 മണിക്ക് മുന്നേ കഴിഞ്ഞേക്കുന്നവരൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല വീട്ടമ്മമാരൊക്കെ. അപ്പോൾ അവരൊക്കെ പണികൾ ചിലപ്പം തീർന്നു കാണും. രാവിലെ തന്നെ മക്കൾക്ക് പോകില്ല, സ്കൂളിൽ പോകുന്നവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും മഴയാണ്. അപ്പോൾ ഞാൻ ഉച്ച കഴിഞ്ഞപ്പോൾ മുറ്റം അടിക്കാൻ പണ്ട് കുറച്ച് ഈ ഒരു 2 ആഴ്ച മുന്നേ വരെ മുറ്റം 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം കൂടുമ്പോഴൊക്കെ മുറ്റം അടിക്കലുള്ളൂ. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ എന്നും അടിക്കണം. കാര്യം കാറ്റും മഴയും കൂടെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം എവിടെന്നെങ്കിലുമൊക്കെ ഒന്നുമില്ലെങ്കിൽ അപ്പുറത്തെ കുടിയിലെങ്കിൽ ഇല്ലെങ്കിൽ ഇപ്പുറത്ത് ചാടി കിടക്കും. കാരണം ഞാൻ എന്നെ കൊണ്ട് അടുപ്പിക്കണമല്ലോ, അതുകൊണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഞാൻ ചീനിച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുവൊക്കെ പൊട്ടിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുട്ടിൻ്റെ പൊടി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുട്ട് ആവി കയറ്റാനുള്ള പുട്ടുമ്പൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറി ഓൾറെഡി ഉണ്ടാക്കുന്ന ഒരുപാട് ഐറ്റംസ് ഒന്നും ചേർക്കാനില്ല, വളരെ സിമ്പിളായിട്ടുള്ള എൻ്റെ തട്ടിക്കൂട്ട് കറി കേട്ടോ. അപ്പോൾ കടുവ ഓർത്ത് കഴിഞ്ഞ് ഞാൻ ഈ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിൽ നിന്ന് പകുതി കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ആദ്യം കുറച്ച് മുളക് പൊടി, എരിവിനനുസരിച്ച് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. കാരണം മഞ്ഞൾപ്പൊടി അത്യാവശ്യം കിഴങ്ങിയിൽ അത്യാവശ്യം നല്ല മഞ്ഞ കളറായിട്ട് തന്നെ നിൽപ്പുണ്ട്. എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് ഇതായ ശേഷം ബാക്കിയിരിക്കുന്ന കഷ്ണങ്ങളും ആ വെള്ളവും കൂടെ ചേർത്ത് ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് ഒഴിച്ചു കൊടുക്കും കേട്ടോ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, കുറച്ച് ഉപ്പും കൂടെ ഇട്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കുറുകി വരണ്ട, നമുക്ക് പുട്ടാണല്ലോ, അപ്പോൾ ഇച്ചിരി ചാറായിട്ട് തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ നല്ല രീതിക്ക് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തീ ഞാൻ സെമ്മിലിട്ടാണ് വെച്ചിരിക്കുന്നത്. ആ സമയം നമ്മുടെ പുട്ടുകുമ്പത്തിലേക്ക് ആവി വന്നിട്ടുണ്ട്. അപ്പോൾ പുട്ട് വാരി അതിലോട്ട് വയ്ക്കാം. ഇന്നിപ്പോൾ ഞാൻ മീനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തായിക്ക കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ കുറച്ച് സാമ്പാർ ഇട്ട് മേടിച്ചതിൽ കുറച്ച് വെജിറ്റബിൾസൊക്കെ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരു അവിയൽ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമായി പോയിട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഒരു അവിയൽ ഉണ്ടാക്കി വയ്ക്കാം. അപ്പോൾ മീൻ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ച് വറുക്കാം, അത് മതിയല്ലോ. പിന്നെ തൈര് ഇരിപ്പുണ്ട് ഒഴിച്ച് കറിയായിട്ട്. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു ഐഡിയയിലൊക്കെയാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കറി എന്തായാലും തയ്യാറായിട്ടുണ്ട്. പുട്ടും ഇത് ഏകദേശം ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഇതിലേക്കുള്ള പുട്ടും മതി. അപ്പം ഇത് പുട്ട് നീക്കി കഴിഞ്ഞാൽ പിന്നെ നീക്കാനുള്ളത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പുട്ടിൻ്റെ പരിപാടിയും കൂടെ ഇതും കൂടെ മാവ് പൊടി വാരിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടിൻ്റെ പരിപാടി അങ്ങ് കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോളൊരു പ്രാവശ്യം ഒന്ന് എഴുന്നേറ്റായിരുന്നു കേട്ടോ. ഞാൻ പോയി ഒന്ന് നോക്കി കുറച്ച് നേരമൊക്കെ അടുത്ത് കിടന്ന് ഉറക്കി വീണ്ടും കിടത്തി. കാര്യം ഒരു 8 മണി വരെയൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് കിടന്ന് ഉറങ്ങാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉറങ്ങി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുവിധം പണി എനിക്ക് തീർന്നു കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെയോടൊപ്പം തന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനും ആയിട്ടുണ്ട്. പിന്നെ കഞ്ഞി ഇടാനുള്ള കലവും അതൊക്കെ കഴുകി വെള്ളവും കൂടെ അരി അടുപ്പത്തിട്ട് ഇടാനുള്ള വെള്ളവും കൂടെ തയ്യാറാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പണികൾ അങ്ങോട്ട് തീരും. തുണി വാഷിങ്ങിന് ഇടാൻ പറ്റിയിട്ടില്ല. ഈ സമയം സാധാരണ ഞാൻ ഇട്ട് കഴിയണത് കേട്ടോ. ഇപ്രാവശ്യം ഇന്നിപ്പോൾ എനിക്ക് ഒട്ടും തന്നെ സമയം കിട്ടണില്ല. കാരണം അടുക്കളയിലെ പണി അങ്ങ് തീർന്ന. കാരണം ഞാൻ നോക്കുമ്പം തുണിയൊക്കെ ഇടാൻ മോളും ഉണർന്നിരുന്നാലും നമ്മളെ പുറകെ നടന്നുള്ളൂ. ഈ പാത്രം കഴുകാനൊന്നും സമ്മതിക്കുകയില്ല.
വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിപ്പോൾ ഒരു ചെറിയൊരു കാര്യം ചെയ്തായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു എന്ന് എനിക്കറിയില്ല. എപ്പോഴും ഉള്ള സൂക്കേടാ കേട്ടോ. കാര്യം കൈ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ടവലോ തുണിയോ ഉണങ്ങിയത് വെച്ചിട്ടുണ്ടെങ്കിലും ജസ്റ്റ് നമ്മുടെ കൈ നനഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഇട്ടിരിക്കുന്ന നൈറ്റിയോ അല്ലെങ്കിൽ ചുരിദാറിൻ്റെ ടോപ്പാണെങ്കിൽ ജസ്റ്റ് ആ രണ്ട് സൈഡും ആ കൈ ഒന്ന് ഇങ്ങനെ തൊടുക. എൻ്റെ ഏത് ഡ്രസ്സ് അല്ലെങ്കിൽ ഏത് നൈറ്റി എടുത്തിരുന്നാലും ഈ ഒരു കരമ്പും പറ്റിയിരിക്കുന്ന ഒരു പാടുണ്ടാവും കേട്ടോ. നിങ്ങൾക്കും ഇങ്ങനെ പറ്റാറുണ്ടോ? ഞാൻ സ്ഥിരം ചെയ്യണ ഒരു സംഭവം കേട്ടോ. മിക്ക നൈറ്റികളിലൊക്കെ പാടുണ്ട്. ചുരിദാറിൻ്റെ ടോപ്പിലും വീട്ടിൽ ഇടുന്ന ടോപ്പൊക്കെ ആണെങ്കിൽ മിക്കതിലും അതും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദഹിക്കാനുള്ള ഞാൻ കറിയും പുട്ടും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അരി ഇടാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി കറിയും കൂടെ കോരി മോൻ്റെ ഇതൊന്ന് കൊടുത്തു വിട്ടാൽ മതി. അവ ഹോംവർക്കൊക്കെ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 7-7:30 ആയിട്ടുണ്ട്. ഇതും കൂടെ കൊടുത്തു വിട്ട് ഞാൻ ആ പണിയാൻ കഴിയും. ഇനി നമുക്ക് അവിയലിൻ്റെ പരിപാടി നോക്കിയാൽ മതി. മോള് നല്ല ഉറക്കത്തില്ല. അപ്പോൾ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി എന്തായാലും കഴിയും. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി അരിയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ അത് അത്യാവശ്യം അവിടെ ലോ ഫ്ലെയിമിൽ കിടന്ന് നന്നായിട്ട് തിളച്ചു വിട്ട് എന്നിട്ട് പിന്നെ റൈസ് കുക്കറിൽ ഇറക്കി വയ്ക്കുക കേട്ടോ. വേറെ എന്തൊക്കെയാണ്? ഇന്നിപ്പോൾ കടയിൽ ഒരു 10 ഇപ്പോൾ ഓട്ടോ ഒന്നും പോകാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞാനൊരു 10:30 ആയിട്ടേ പോകുള്ളൂ. കാരണം മോളെ ഒത്തിരി വെപ്രാളപ്പെടുത്തി അങ്ങനെ പോകാൻ നിൽക്കില്ല. ഓട്ടോ എന്തെങ്കിലും പോവുക അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാനൊക്കെ പോവുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ കറക്റ്റ് ഒരു 9:30 ആകുമ്പോഴത്തേക്ക് തന്നെ ഒരുവിധം പണികൾ ഒതുക്കി മോക്കുള്ള ഫുഡും കൊടുത്ത് പിന്നെ അവളെ കുളിപ്പിക്കാനുള്ള പ്രിപ്പറേഷൻ നോക്കുള്ളൂ. മോക്ക് 2-3 ദിവസത്തെ ഒരു പനി ഉണ്ടായിരുന്നു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ആ ഒരു പനി കുറച്ച് എനിക്കെങ്ങാണ്ട് വന്നിട്ടുണ്ട്. കാരണം ചെറിയൊരു മേലുവേദനയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് ഓൾറെഡി വീട്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. എന്നാലും തലയ്ക്കൊക്കെ എന്തോ ഒരു ഭാരം പോലെ തോന്നുന്നുണ്ട്. പനിയുടെയാണ്. എങ്ങനെയായാലും നമ്മൾ ഇപ്പോഴത്തെ പനി എങ്ങനെ കുട്ടികൾക്ക് വന്നാലും നമുക്ക് അങ്ങനെ കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്കും വരും. എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു തരം വൈറൽ പനി പോലത്തെ പനിയൊക്കെയാണല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ തട്ടിക്കൂട്ട് അവിയലാണിതും. എല്ലാ വെജിറ്റബിൾസൊന്നുമില്ല, ഏത്തക്കായൊന്നുമില്ല കേട്ടോ. വെള്ളരി ഇതിൽ ഓൾറെഡി ഉള്ളത് ക്യാരറ്റ്, ചേമ്പ്, പിന്നെ വെള്ളരിക്ക, പിന്നെ എന്നാ ഉള്ളത്, ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, കുമ്പളങ്ങയുടെ ഒരു കഷ്ണമുണ്ട്, പിന്നെ ചേന ഞാൻ ഇപ്പോൾ ഇതിലെടുത്തിട്ടില്ല. ഒരു കഷ്ണം ചേന ഓൾറെഡി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം ഉള്ളതൊക്കെ ആയെന്ന് തോന്നുന്നു അല്ലേ. ഏത്തക്ക മാത്രമേ ഇല്ലയെന്നേ ഉള്ളൂ. ബാക്കി ഒരു ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിലിട്ടൊന്നും അവിയലിൻ്റെ വെജിറ്റബിൾ ആവിയേറ്റാറില്ല കേട്ടോ. ഞാൻ ഈ ചട്ടിയിൽ നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ അതിലിട്ടാണ് വയ്ക്കാറ്. കുറച്ച് വെള്ളം ഒഴിച്ച് ഈ വെജിറ്റബിൾസും കൂടെ ഇട്ട് ലേശം ഉപ്പും ലേശം മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കിയ ശേഷമാണ് അടുപ്പത്തോട്ട് വയ്ക്കുക കേട്ടോ. മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചേന കട്ട് ചെയ്തത് ഇത് എടുക്കാൻ ഇപ്പോഴാണ് ഇനി ഇടുന്നേ ഉള്ളൂ കേട്ടോ. ചേന എന്നിട്ട് വേഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം വെച്ചാൽ എനിക്ക് മോൾ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ കൈ എന്തെങ്കിലും ചൊറിഞ്ഞാലോ അത് ഇടണോ ഇടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ എന്തായാലും വെജിറ്റബിൾസൊക്കെ ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ട് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു. ഇപ്പോൾ ചേനയുടെ പീസും ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ ചോറ് ഇപ്പുറത്തിരുന്ന് അത്യാവശ്യം നന്നായിട്ട് ലോ ഫ്ലെയിമിൽ ഇരുന്ന് ചെറിയ രീതിയിൽ വെന്ത് വരുന്നുണ്ട്. ഇത് നമുക്ക് അവിയലിന് വേണ്ടുന്ന അരപ്പ് കൂട്ടാനുള്ളതാണ്. തേങ്ങ, മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക്. ഇത് മല്ലിയിലയും കറിവേപ്പിലയും ഒരു ടൊമാറ്റോയാണ്. വെജിറ്റബിൾ അത്യാവശ്യം ഒന്ന് വെന്ത് വരുന്ന സമയത്താണ് ഞാൻ ഈ ഇപ്പോഴത്തെ വെന്ത് തീ ഓഫ് ചെയ്ത്. കാരണം ഇടയ്ക്ക് ഇച്ചിരി പണിക്ക് ഓടേണ്ടി വന്നതുകൊണ്ട് ഒത്തിരി വെന്ത് പോയ കഷ്ണങ്ങൾ വെന്ത് നമുക്കൊരു കുഴഞ്ഞു പോകും പോലെ ആയിപ്പോൾ. അപ്പോൾ വെള്ളമൊക്കെ ഏകദേശം പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കൂട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എൻ്റെ മുത്തുമണി എണീറ്റിട്ടുണ്ട്. കുഴപ്പമില്ല, കരയാണ്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അവിയലിൻ്റെ കൂട്ട് മിക്സിയിൽ ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് തക്കാളിയും കറിവേപ്പിലയും മല്ലിയിലയും എല്ലാം കൂടെ ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. കുറച്ച് തൈര് ഞാൻ ചില ടൈമിൽ ഒഴിക്കാറുണ്ട് കേട്ടോ. പച്ച വെളിച്ചെണ്ണ ഒരു ഇരിക്കുന്ന തവിക്ക് തന്നെ 2 തവി ഫുള്ളായിട്ടില്ല, ഇച്ചിരി ഒരു അര ഭാഗത്തോളം വരുന്ന രീതിയിൽ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞു കേട്ടോ. വെള്ളം ഒട്ടും തന്നെ കൂടാണ്ട് പ്രത്യേകം അവിയലുണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഒത്തിരി വെന്തു. പക്ഷേ എൻ്റെ വേവ് കുറച്ചും കൂടെ കുറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരുന്നു. നമുക്ക് ആ ഇടയ്ക്കൊരു ബ്രേക്ക് വന്നതുകൊണ്ട് പറ്റിപ്പോയതാണ്. ഞാൻ ഇത്രയും വേവിക്കാറില്ല.
കാര്യം ചിക്കൻ വെന്ത് വെള്ളം പോലെ ഇരുന്നാൽ എപ്പോഴും വഴക്ക് പറയും. എന്ന് വെച്ചാൽ നമുക്കും കഴിക്കാൻ ഒരു ഇതല്ല. അവിയൽ നല്ല ഇങ്ങനെ ഒരു വിട്ട് വിട്ട് ഇങ്ങനെ നിൽക്കുന്ന കഷ്ണങ്ങളല്ലേ എപ്പോഴും നല്ലത്. അപ്പം പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചൂടായി നല്ല രീതിയിൽ ആ അരപ്പൊക്കെ ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയലിൻ്റെ പണി ഇവിടെ കഴിയും കേട്ടോ. അപ്പോൾ ചോറുമായി അവിയലുമായി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ആയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ടുള്ള പരിപാടികളൊന്നും എനിക്കൊരിക്കലും വീഡിയോയിൽ ഇതുവരെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് എനിക്ക് ഇതുവരെ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ സോറി, ഒരു ദിവസം ഉൾപ്പെടുത്താം കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു. പിന്നെ ടൈമൊക്കെ ഒരു 13 മിനിറ്റൊക്കെ വരുന്നുണ്ട്. ബോറിങ് ആവുമോയെന്ന് എനിക്കറിയില്ല. എന്നാലും കുറച്ചൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു കേട്ടോ. കുറേയൊക്കെ ചുരുക്കി അല്ലെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ഫാസ്റ്റാക്കിയൊക്കെ വീഡിയോ എടുക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും എഡിറ്റ് ചെയ്ത് വരുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാണ്ട് നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ ഇത്രയും 13 മിനിറ്റൊക്കെ ആയിപ്പോണേ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ 1-2 ഷോർട്സൊക്കെ ഇട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും മോന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടികളൊക്കെ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. ഉമ്മി എന്നെ അത് കാണാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് എന്താണെന്ന് അവൾ ചോദിക്കണേ. എനിക്ക് പേടിയാണ്, കാലും കൊണ്ടൊക്കെ തൊടുന്നേ. അപ്പോൾ എന്തായാലും നമ്മുടെ ചോറിൻ്റെ പരിപാടിയും കഴിഞ്ഞു, നമ്മുടെ അവിയലിൻ്റെ പരിപാടിയും കഴിഞ്ഞു. ഇനി ഒന്ന് അടിച്ചു വാരി കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനൊന്ന് തുടയ്ക്കേണ്ട ദിവസമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഓടിച്ച് ഇന്നലെ രാത്രിയിൽ ഹോളും സിറ്റ് ഔട്ടും വിസിറ്റിങ് അവിടെ മാത്രമായിട്ടൊന്ന് തുടച്ചായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ മോള് ഇടയ്ക്കിടയ്ക്കായിട്ട് യൂറിനൊക്കെ പാസ് ചെയ്യുന്നുണ്ട്, നമുക്ക് നിസ്കരിക്കാനുള്ളതല്ലേ. അപ്പോൾ ഫുൾ ടൈം സംഖ്യ അങ്ങനെ ഇടാറില്ല, രാത്രിയിൽ മാത്രമാണ് ഇടുന്നത്. പിന്നെ കടയിൽ പോകുമ്പോഴും ഞാൻ ഇട്ട് കൊടുത്തിട്ട് അപ്പം തന്നെ അത് മാറ്റും കേട്ടോ. കാര്യം വെച്ചാൽ ഫുൾ ടൈം ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിമുട്ടല്ല. അപ്പോൾ അതുകൊണ്ട് സ്നഗ്ഗി ഫുൾ ടൈമൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ താഴെ ജസ്റ്റ് ഒന്ന് ഓടിച്ചുള്ളൊരു തുടയ്ക്കൽ ഇന്നലെ രാത്രി ഒന്ന് തുടച്ചായിരുന്നു കേട്ടോ, ഉറങ്ങിയതിന് ശേഷം ഇവരൊക്കെ. അപ്പോൾ ആ പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഒരു ബോളൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അതിലൊക്കെ തട്ടിയും മുട്ടിയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ തുണി മടക്കി വെച്ചിട്ടില്ല, അപ്പോൾ അത് മടക്കാനുണ്ട്. പിന്നെ എന്താ മോളുടെ ഫുഡ് ഇതുവരെ തയ്യാറാക്കി. അമൃതം പൊടി രാവിലെ ഇപ്പോൾ 1-2 ദിവസമായിട്ട് കൊടുക്കാൻ കൊടുക്കുന്നതും അത് തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം കൂടുതൽ ഒരുപാട് ധാന്യങ്ങൾ പൊടിച്ചതും മറ്റുമൊക്കെ ആയിട്ട് അതിലുണ്ട്. കൊച്ചി TV വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ പറ്റില്ല, ഇന്ന് എടുക്കാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ആൾ. കുറച്ച് പേരൊക്കെ എടുത്തൊന്ന് കൊഞ്ചിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും മടിയിൽ നിന്ന് ഇറങ്ങിച്ച് പാടാൻ. അപ്പോൾ ആ ബോൾ അതൊക്കെ എടുത്തുമൊക്കെ ആക്കി പിടക്കാം, എന്നാലും എടുക്കാം, മടിയിലിരിക്കുന്ന എപ്പോഴും. ഈ കടയിൽ കൊണ്ടുപോയി ശീലിച്ചിട്ട് അപ്പുറത്ത് ഉമ്മിച്ചിയുടെ അടുത്ത് ഇപ്പോൾ നിൽക്കാൻ ഇച്ചിരി ഭയങ്കര മടിയാന്നേ. അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോയി ടാറ്റ പോകണു, അവൾ ഷൂ ഒക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ട് പോകണു എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഞാൻ ഒരു വശത്ത് അവിടെ തുണി മടക്കുക, മോൾ ഒരു വശത്ത് അതിനെ എടുത്തുകൊണ്ട് പോകണതാണ് ഈ കാണുന്നത്. ഈ ആളിങ്ങനെ ഉണർന്നിരിക്കുമ്പോഴൊന്നും ഈ പണിയൊന്നും പറ്റണ കേസല്ല. എന്നാലും ഞാൻ കുറേശ്ശെയായിട്ട് ഒന്ന് ഒതുക്കി തീർത്ത് ചെയ്യുന്നതാട്ടോ. ഇതിൽ ഞാൻ വൈകിട്ടത്തൊരു വീഡിയോ കൂടെ പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അത്രയും കണ്ടത് നമ്മൾ രാവിലെ 10:30 വരെയുള്ള വീഡിയോ ആണ്. ഇത് വൈകിട്ട് മോനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ മമ്മി ബുൾസ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഇതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കും ഇങ്ങനെ ആയിരിക്കുമല്ലോ, മിക്കപ്പോഴും ഇത് ബുൾസ ഉണ്ടാക്കുമ്പോൾ നോക്കി മിക്കപ്പോഴും ഇങ്ങനെ പൊട്ടിപ്പോകുമെന്ന്. ചില ടൈമിൽ കറക്റ്റ് കിട്ടാറുണ്ട്. കുറച്ച് ഉപ്പും കുറച്ച് പെപ്പറും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ.